മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ മാപ്പ് പറയിപ്പിച്ചപ്പോൾ സമാധാനമായല്ലോ വിപ്ലവ സിംഹങ്ങളെ, സൈബർ പോരാളികളെ. സുഹൃത്തുക്കളെ നമസ്കാരം. മമ്മൂട്ടിയെ പറ്റിയിട്ട്, അതായത് നമ്മുടെ മലയാളം കണ്ട മഹാനടനായ ഒരു മഹാനായ മനുഷ്യനായ മമ്മൂട്ടിയെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നു. ജില്ലാ സെക്രട്ടറിയോട് നോ ഡിസ്റെസ്പെക്റ്റഡ്, പൂർണ്ണ ബഹുമാനത്തോടെ തന്നെ പറയട്ടെ, അദ്ദേഹം കൂടെ നടക്കുന്നു. അപ്പം മമ്മൂട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, നിങ്ങളിങ്ങനെ കൂടെ നടക്കുമ്പോൾ അതൊരു പാർട്ടി പരിപാടിയായിട്ട് തോന്നണ്ട എന്നുള്ളൊരു അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പറയുന്നു. പരിപാടി അവിടെ കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു അതിന്? ജില്ലാ സെക്രട്ടറിയേക്കാളും വലുതല്ല ഒരു മമ്മൂട്ടിയും, അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മമ്മൂട്ടിക്കറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വിമർശനങ്ങളായിരുന്നു. അവസാനം മുഖ്യമന്ത്രി ഓപ്പണായിട്ട് മാപ്പ് പറഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു. ഈ വിമർശിച്ചുകൊണ്ടിരുന്ന സിംഗങ്ങളോട് വളരെ സ്നേഹത്തോടെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, ആരാണ് മമ്മൂട്ടി? 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആ മനുഷ്യൻ 40 വർഷത്തിന് മേലെയായിട്ട് 400-ലധികം സിനിമകളിലൂടെ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട നടനായിട്ട്, മഹാനടനായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിലും സാമൂഹിക മേഖലകളിലൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ട് തന്നെ ആ മനുഷ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ മനുഷ്യനെയാണ് ചെറിയൊരു കാര്യത്തിനെ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ട് നമ്മളിട്ട് അങ്ങോട്ട് വിമർശിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാം? പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് അങ്ങോട്ട് വിമർശിക്കാനുള്ള ത്വര ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് മാറുമ്പോഴത്തേനൊക്കെ അങ്ങോട്ട് വിമർശിച്ച് അങ്ങോട്ട് കൊല്ലും. ആ വിമർശിക്കണവർ ആദ്യം കണ്ണാടി എടുത്ത് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ സ്വയം അവൽ എവിടെയൊക്കെ എത്തി നിൽക്കണമെന്ന് ആദ്യം ആലോചിക്കണം. അതവിടെ നിൽക്കട്ടെ. നിങ്ങളാരും അടുത്തും വഴക്കിടാനോ ഇതിനൊന്നുമല്ല. നമുക്ക് ഒരു കാര്യത്തിനെ പല രീതിയിൽ ചിന്തിക്കാം, പല ആംഗിളിലൂടെ ചിന്തിക്കാം. അതിനാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പരമാവധി നന്നായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് ആ ചിന്തിക്കുന്നവന് ഉൾപ്പെടെ ആർക്കും ഒരു ദോഷവുമില്ല, നല്ലത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആ മഹാനടനെ ഉണ്ടായിട്ടുള്ള മാനസിക വിഷമം ഇപ്പോൾ തീർന്നിട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കെല്ലാവർക്കും പരമാവധി നമ്മുടെ തോട്ട്സ് പരമാവധി നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കുറച്ചുകൂടെ സന്തോഷത്തിലും സമാധാനത്തിലും സ്നേഹത്തിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.